ഒരു ഫുൾ ചിക്കനെ നമ്മൾ സുന്ദര കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ഫുൾ ചിക്കനെ സുന്ദര കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മസാലയ്ക്ക് ഉള്ളിലും കഴുത്തിലും കാലിലും കയ്യിലൊക്കെ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും ഓയിൽ ആഡ് ചെയ്യാതെയാണ് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒരു വാഴയില എടുക്കുക, അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് മസാലയ്ക്ക് തേച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ആ മസാലയ്ക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാഴയില എടുത്തിട്ട് അത് മൂടിയിട്ട് നന്നായിട്ട് പൊതിയുക കേട്ടോ. പൊതിഞ്ഞത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വായ വള്ളി വെച്ച് അത് നമ്മൾ നന്നായിട്ട് കെട്ടിക്കൊടുത്തു. അതിനുശേഷം നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഈ അപ്പച്ചമ്പിലോട്ട് മാറ്റി അടച്ച് വെച്ച് അടുപ്പിൽ വെച്ചിട്ടാണ് വേവിച്ചത് കേട്ടോ. ഒരു 1.25 മണിക്കൂറോളം നമ്മൾ വേവിച്ചു. അതിനുശേഷം നമ്മളൊരു മസാല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം, ഉള്ളിയും അതിലേക്ക് ടൊമാറ്റോ സോസും സോയ സോസൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കി. അങ്ങനെ നന്നായി വെന്തതിന് ശേഷം നമ്മളത് മാറ്റി അപ്പച്ചമ്പിൻ്റെ മൂട് തുറക്കുന്ന സമയത്ത് നല്ല ആവിയും നല്ല മണം. ആഹാ, എന്ത് ടേസ്റ്റ്! അതിന് നമ്മൾ ആ ചിക്കനിലേക്ക് ഉണ്ടാക്കി വെച്ച മസാലയും ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഫുൾ ചിക്കനെ നന്നായിട്ട് പൊടിച്ചെടുത്തു. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്.